ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ KSEB സ്ഥാപിക്കാനിരുന്ന 33 kV സബ്സ്റ്റേഷൻ സ്ഥലം ഏറ്റെടുത്ത് നൽകാതെ നഷ്ടപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ. ദേവികുളങ്ങരയെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കേണ്ട വൈദ്യുത പദ്ധതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ കെടുകാര്യസ്ഥത മൂലം നാടിന് നഷ്ടമായതെന്നും സമീർ അഭിപ്രായപ്പെട്ടു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച 33 kV ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷന് സ്ഥലം ഏറ്റെടുത്ത് നൽകാതെ സബ്സ്റ്റേഷൻ നഷ്ടപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പറഞ്ഞു. മാവേലിക്കര കായംകുളം സബ്സ്റ്റേഷനുകളെ ആശ്രയിക്കാതെ ദേവികുളങ്ങര പഞ്ചായത്തിലെ 50,000-ഓളം വരുന്ന വൈദ്യുതി ഗുണഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നതിനും വൈദ്യുതി തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിനും മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി KSEB സ്ഥാപിക്കാൻ തീരുമാനിച്ച 33 kV സബ്സ്റ്റേഷന് പഞ്ചായത്തിൽ സ്ഥലം നൽകാതെ നഷ്ടപ്പെടുത്തിയ ദേവികുളങ്ങര പഞ്ചായത്തിലെ ഇടതുമുന്നണി ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണ്. ടൂറിസം, അനുബന്ധ വ്യവസായങ്ങൾ, പരമ്പരാഗത കയർ വ്യവസായത്തെ ആധുനികവൽക്കരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെ കായംകുളത്ത് വിനോദസഞ്ചാര മേഖലയിൽ കായംകുളത്തിൻ്റെ തിലകക്കുറിയായി ദേവികുളങ്ങരയെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കേണ്ട വലിയ പദ്ധതിയായിരുന്നു KSEB സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച 33 kV സബ്സ്റ്റേഷൻ. അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കാതെ ആ പദ്ധതി ഇല്ലാതാക്കിയ ഇടതുമുന്നണി ദേവികുളങ്ങര പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി വളരെയധികം പ്രതിഷേധാർഹമാണ്. മാവേലിക്കര കായംകുളം സബ്സ്റ്റേഷനുകളെ ആശ്രയിക്കാതെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 50,000-ഓളം വരുന്ന ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനും വോൾട്ടേജ് നില മെച്ചപ്പെടുത്തുന്നതിനും വൈദ്യുതി വിതരണ രംഗത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനുമായാണ് KSEB ദേവികുളങ്ങരയിൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതാണ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ കെടുകാര്യസ്ഥത മൂലം നാടിന് നഷ്ടപ്പെട്ടതെന്നും സമീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.